യാത്രയിക ഭാഗം 3. ചൂലും ബക്കറ്റുമായി മീനു മുകളിലേക്ക് നടന്നു. തറവാട്ടുകെട്ടിലെ വടക്കേ അറ്റത്തുള്ള മുറിയായിരുന്നു അഥർവിൻ്റേത്. അവൾ ചെന്ന് വാതിൽ തുറന്നു. ഇടയ്ക്കിടെ താൻ വന്ന് വൃത്തിയാക്കാറുള്ളത് കൊണ്ട് തന്നെ അധികം വൃത്തികേടൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ ആദ്യം മാറാലയൊക്കെ അടിച്ചു കളഞ്ഞു. പിന്നെ തൂത്ത് വൃത്തിയാക്കിയ ശേഷം അവിടെ ആകെ തുടച്ചു. അപ്പോഴേക്കും അവൾ ആകെ ക്ഷീണിച്ചിരുന്നു. ഓ അമ്മ! കിതച്ചുകൊണ്ട് അവൾ കട്ടിലിലിരുന്നു. ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന അഥർവിൻ്റെ ഫോട്ടോയിലേക്ക് അവൾ നോക്കി. ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് വല്ലതും ഇയാൾ അറിയുന്നുണ്ടോ? ചിരിക്കുന്നത് കണ്ടില്ലേ കാണാൻ. അവൾ കൊഞ്ചലോടെ ഫോട്ടോയിൽ ഒരു നുള്ളു വെച്ച് കൊടുത്തു. പിന്നെ ചിരിച്ചു. ഓരോന്നോർത്ത് കടൽത്തീരത്തെ മണത്തിട്ടയിലിരിക്കുകയായിരുന്നു അഥർ. പെട്ടെന്ന് അവൻ കവിളിൽ തൊട്ട്. ആരും എന്നെ ഓർക്കുന്നുണ്ടല്ലോ. വേറെ ആരാവാനാ? അവൾ തന്നെ ആകും തൻ്റെ പ്രിയതമ. അവൻ എന്തോ ആലോചിച്ചു. പിന്നെ ഫോൺ എടുത്തു. ഒന്ന് വിളിച്ചാലോ? അവൻ നമ്പർ ഡയൽ ചെയ്ത് കാതോട് ചേർത്തു. കിടക്കയിലെ വിരിയെല്ലാം മാറ്റി വിരിക്കുകയായിരുന്നു മീനു. അപ്പോഴാണ് മേശപ്പുറത്തെ ഫോൺ അടിച്ചത്. അവൾ ചെന്ന് ഫോണെടുത്ത് നോക്കി. അഥർവിൻ്റെ പേര് കണ്ടതും അവളുടെ മുഖം വിടർന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ആ ഭാവം മാറി. എന്ത് ചെയ്യണം? എടുക്കണോ വേണ്ടയോ? അവൾ ആലോചിച്ചു. എടുത്തേക്കാം. അവൾ കോൾ അറ്റൻഡ് ചെയ്ത് മിണ്ടാതെ നിന്നു. ഹലോ രേവതി, സുഖല്ലേ? അവളെ ദേഷ്യം പിടിപ്പിക്കാനായി അവൾ കളിയായി ചോദിച്ചു. അത് കേട്ടതും അവൾ ഞെട്ടി. രേവതിയോ? ആരീ രേവതി? സത്യം പറ, അവൾ അരിശത്തോട് ചോദിച്ചു. അയ്യോ, ഇത് നീ ഏത് മീനോ? നമ്പർ മായപ്പോയതാ. ഇത് മനുഷ്യ, അപ്പം നിങ്ങളെന്നെ ചതിക്കായിരുന്നോ? അതേലോ, എന്താ? അത് ചോദിച്ചവൻ പൊട്ടിച്ചിരിച്ചു. എന്താടി ഫോൺ എടുത്തിട്ട് നീ മിണ്ടാതെ തന്നെ? ഓ, അപ്പോൾ മനഃപൂർവ്വം അടഞ്ഞതാണല്ലേ? അതെ. ഇനി കാന്താരി, നീ ഈ നെഞ്ചിൽ നിന്ന് ഇറങ്ങിപ്പോയാലല്ലേ വേറൊരിടത്ത് ഇവിടെ കയറ്റാൻ പറ്റൂ. എന്നാൽ പിന്നെ ഇറക്കി വിടരുതോ? അതിനെ ഞാൻ ചാവണം. അപ്പോട്ടാ ശ്വാസനോടെ അവൾ വിളിച്ചു. ഇങ്ങനൊന്നും പറയില്ലേ, എനിക്ക് സങ്കടമാകും. അവൾ വിഷമത്തോടെ പറഞ്ഞു. പിന്നെ വെറുതെ കരയാതെ, ഞാനൊരു കളി പറഞ്ഞതല്ലേ. അങ്ങനെ നിന്നെ ഈ ലോകത്ത് ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞാൻ പോവുകയോടി. ജീവിക്കാനാണേലും മരിക്കാനാണേലും ഒന്നിച്ച്, അതുപോലെ. അവൾ കണ്ണു തുടച്ചു. അല്ല, എന്ത് ചെയ്യുക എൻ്റെ കാന്താരി? അതോ, മേലെടുത്ത് തറവാട്ടിലെ ഒരു തല ചെറിച്ച സന്താനമുണ്ട്. അത് നാട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്നെന്ന സന്ദേശം കിട്ടി. അതനുസരിച്ച് അമ്പത്തൻപതാട്ടിയുടെ നിർദ്ദേശപ്രകാരം മുറി വൃത്തിയാക്കുകയാണ്, അവൾ പറഞ്ഞു. അപ്പം മീനു എന്ന് വിളിച്ചുകൊണ്ട് സൗദാമിനി എവിടേക്ക് വന്നു. അവൾ ഞെട്ടി. അയ്യോ സൗദാമിനിയമ്മ! അവൾ വേഗം ഫോൺ മാറ്റി പിടിച്ചു. സൗദാമിനി മുറിയിലേക്ക് വന്നു. വൃത്തിയാക്കി കഴിഞ്ഞോ? ആ കഴിഞ്ഞു. എന്നാൽ അപ്പുറത്തെ ആ 2 മുറിയും കൂടി വൃത്തിയാക്കിയിട്ടേക്ക്. അവൻ വന്നതറിഞ്ഞ പലരും വന്നെന്നിരിക്കും. ബാത്റൂമൊക്കെ നന്നായി ക്ലീൻ ചെയ്തേക്കണം, കേട്ടല്ലോ? അവൾ തലയുടെ. പിന്നെ മുറ്റത്ത് കിടക്കുന്ന ആ കാറല്ലേ, അതൊന്ന് കഴുകിയിട്ടേക്കണം. അയ്യോ, അത് ഞാനെങ്ങനെയാ? അവൾ പതർച്ചയോടെ ചോദിച്ചു. എന്താ, നിനക്ക് കാറ് കഴുകാനറിയില്ലേ? അത് ഗോപാലേട്ടനല്ലേ ചെയ്യാറ്? ഗോപാലേട്ടൻ മാർക്കറ്റിൽ പോയിരിക്കുക. പിന്നെ ഗോപാലേട്ടൻ കഴുകിയാലേ കാറ് വൃത്തിയാകുമെന്നില്ല. നീ ചെന്നാൽ കാറ് തെന്നിമാറി പോകുന്നില്ല. എനിക്കൊന്നും അറിയില്ല സൗദാമൻ, എനിക്ക് അതൊന്നും അറിയില്ല സൗദാമിനി അമ്മേ, അവൾ വിഷമത്തോടെ പറഞ്ഞു. അറിയില്ലെങ്കിൽ ചെയ്ത് ശീലിക്കണം. നാളെ ഇവിടുത്തെ ജോലി പോയാലും വേറെ എവിടെയെങ്കിലും പോകണ്ടേ? അവിടെ ഇത് മാത്രമായിരിക്കില്ല, വേറെ പലതും ചെയ്യേണ്ടി വരും. വല്ലവൻ്റെ എച്ചിൽ വരെ തിന്നേണ്ടി എന്നിരിക്കും, സൗദാമിനി പറഞ്ഞു. മീനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ രോഷത്തോടെ അവരെ നോക്കി. ഫോണിൽ കൂടെ ഇതെല്ലാം കേട്ട് അഥർവിനെ അരിച്ച് കയറി. എന്താണ് നീ നോക്കി പിടിപ്പിക്കുന്നത്? വലിയടത്തേക്ക് നീ അപ്പൂനെ രക്ഷിച്ചതിലുള്ള കടപ്പാടാ. അതൊന്നും എന്നിൽ നിന്ന് നീ പ്രതീക്ഷിക്കണ്ട. നിൻ്റെ മനസ്സിലെടുപ്പൊക്കെ എനിക്ക് നന്നായി അറിയാം. എന്നാൽ മോളൊന്ന് അറിഞ്ഞോ, അപ്പുവിൻ്റെ കൈപിടിച്ച് ഈ മേലെടുത്ത തറവാട്ടിലെ മഹാറാണിയാകാമെന്ന് നീ ഒട്ടും പ്രതീക്ഷിക്കേണ്ട. അത് ഈ ജന്മം നടക്കാൻ പോകുന്നില്ല. ഇനി അതും പ്രതീക്ഷിച്ച് നടന്ന പിഴച്ചവളെന്ന വിളിയും കേട്ട് നാട്ടുകാരുടെ മുന്നിൽ മുഖം കുഴിച്ച് നടക്കാനാവും വിധി. അത് വേണ്ടെങ്കിൽ എല്ലാം മറന്നോ നീ. അതും പറഞ്ഞ് സൗദാമിനി നടന്നു. മീന് പൊട്ടിക്കരഞ്ഞു. ഫോണിലൂടെ അഥർ എല്ലാം കേട്ടു. അവൾ ദേഷ്യവും സങ്കടവും വന്നു. പെട്ടെന്നാണ് അവൾ ഫോണിൻ്റെ കാര്യം ഓർത്തത്. അവൾ ഒരു നിമിഷം ഭയന്നു. ഹലോ അപ്പോട്ടാ, നീ എന്താടി ഒന്നും മിണ്ടാതെ നിന്നത്? ആ തള്ളയുടെ കാരണത്തെ ഒന്ന് പൊട്ടിക്കായിരുന്നില്ലേ നിനക്ക്? അവൻ കോപത്തോടെ ചോദിച്ചു. അപ്പോട്ടാ, അത് മിണ്ടണ്ട. എന്താ അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്? നീ അവിടുത്തെ വേലക്കാരിയാണെന്നോ? അത് വേണ്ട, ഞാൻ നാട്ടിൽ വരട്ടെ, കൊടുക്കുന്നുണ്ട് ഞാൻ, അരിശത്തോടെ അവൻ പറഞ്ഞു. അത് കേട്ട് അവൾ ഞെട്ടി. വേണ്ട അപ്പോട്ടാ, എനിക്കൊരു സങ്കടവുമില്ല. അവർ വായി തോന്നിയതൊക്കെ പറഞ്ഞോട്ടെ, ഞാനൊന്നും കാര്യമാക്കാറില്ല. ഒരു ഗതിയും പരഗതിയില്ലാത്ത പെരുവഴിയിൽ നിന്നപ്പോൾ സഹതാപം തോന്നി എൻ്റെ അമ്മ കാണിച്ച ഔദാര്യമാണ് അവരുടെ ജീവിതം.
എന്നിട്ട് നകളിപ്പി കാണിച്ച ഈ അഥർവ ആരാണെന്ന് അവരറിയും. അവൻ കോപം അടങ്ങാതെ പറഞ്ഞു. മീനുവിൻ്റെ നെഞ്ചു പിടച്ചു. ഇനിയും ചൊറിയാൻ വന്നാ തൻ്റെ അടുത്തോടെ നീ പറഞ്ഞോ നീ ഈ അഥർവിൻ്റെ പെണ്ണാണെന്ന്. എന്ത് കാര്യത്തിന് ഞാൻ വിട്ടുവീഴ്ച ചെയ്യും, ക്ഷമിക്കും. പക്ഷേ മീനു, നിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. നീ എൻ്റെ മാത്രം. അത് പറഞ്ഞപ്പോൾ അവൻ്റെ സ്വരം കടുത്തിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മീനുവിനെ എന്ത് പറയണം എന്നറിയില്ലായിരുന്നു. അവളൊന്ന് നീങ്ങി. നീ പെണ്ണെ, ഈ കരച്ചിൽ കേൾക്കാനല്ല ഞാൻ വിളിച്ചത്, നിന്നോട് 2 വാക്കും മിണ്ടാനാ. എന്തെങ്കിലും ഒന്ന് പറയടി. എപ്പോഴാണ് പോയിട്ടും വരുന്നത്? നാളെ ഫ്ലൈറ്റ്, വൈകുന്നേരത്തോടെ കൊച്ചിയിലെത്തും. മിക്കവാറും നാളെ മറ്റന്നാളും ഞാനങ്ങ് എത്തും. അത്ര വരെ സന്തോഷമായിട്ടിരിക്കണം, കേട്ടല്ലോ? എന്നാ ബൈ ഉമ്മ, അവൻ പറഞ്ഞു. അവളൊന്ന് മൂളി. പിന്നെ ഫോൺ കട്ട് ചെയ്ത് കട്ടിലിരുന്നു. ഫോൺ വെച്ച് കുറച്ച് സമയം കടലിലേക്ക് നോക്കി അഥർവ ഇരുന്നു. അപ്പോൾ അലക്സ് അവിടേക്ക് വന്ന് അവൻ്റെ അരികിലിരുന്നു. ഹലോ സാർ, നീ ഇവിടെ വന്നിരിക്കുകയായിരുന്നോ? അവൻ ചോദിച്ചു. മറുപടിയായി അവനൊന്ന് ഇരുത്തി മൂടി. എന്താടാ ഒരു ഗൗരവം? ഏയ് ഒന്നുമില്ല. നീ ബാഗൊക്കെ പാക്ക് ചെയ്തോ? അഥർവ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു. പിന്നെ എപ്പോഴും പാക്ക് ചെയ്തു? നിൻ്റെ കൃഷ്ണപുരം കാണാൻ എനിക്ക് കൊതിയായിട്ട് പാടില്ല. അതുകൊണ്ട് 2 ദിവസം മുമ്പ് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചു ഞാൻ. അതോൾ തെളിച്ചമില്ലാതെ ഒരു ചിരി ചിരിച്ചു. അലക്സ് അത് ശ്രദ്ധിച്ചു. അഥർ, എന്തു പറ്റി നിനക്ക് മുഖത്തൊരു തെളിച്ചമില്ലാത്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ സംശയത്തോടെ ചോദിച്ചു. ഏയ് എന്ത് പ്രശ്നം? അല്ല, നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നു. ഇവിടുന്ന് 2 മാസം വിട്ടു നിൽക്കുന്ന സങ്കടമാണോടാ? ഏയ് ഒന്നല്ലടാ, ഇത് തങ്ങത് പേഴ്സണലാണ്. അതൊക്കെ ഞാൻ നാട്ടിൽ ചെന്നിട്ട് പറയാം. അലക്സ് ഒരു നിമിഷം മൗനമായി അവനെ നോക്കി. ഓക്കെ, എന്നാ വാ. ഇരുവരും നടന്നു. നടക്കുമ്പോഴും അഥർവിൻ്റെ ചിന്ത മീനുവിനെ കുറിച്ചായിരുന്നു. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളെക്കുറിച്ച് ഓർത്തപ്പോൾ അവനാകെ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. എടാ, ഇന്ന് വൈകുന്നേരം കൊച്ചിക്ക് ഫ്ലൈറ്റില്ലേ? അവൻ്റെ ചോദ്യം കേട്ട് അലക്സ് വായും പൊളിച്ച് അവനെ നോക്കി. നീ എന്താ ഇപ്പം അങ്ങനെ ചോദിക്കുന്നേ? അല്ല, എന്തായാലും ഇന്ന് ലീവല്ലേ, നമുക്ക് ഇന്ന് തന്നെ വിട്ടാലോ നാട്ടിലേക്ക്? അലക്സ് ആകെ അന്തം നിന്നുപോയി. നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അദ്വൈതിൻ്റെ കല്യാണമല്ലേ, അവിടെ വരെ ഒന്ന് പോകാം. അവൻ കാര്യമായിട്ട് വിളിച്ചതായിരുന്നില്ലേ, അവന് വിഷമായാലോ? എടാ പോത്തെ, ഇക്കാര്യം ഞാൻ നിന്നോട് ആദ്യമേ ചോദിച്ചതല്ലേ, അപ്പോൾ നീ തന്നെയല്ലേ വേണ്ടെന്ന് പറഞ്ഞത്? അതൊക്കെ വിട്, നീ പറ, എന്തെങ്കിലും മാർഗം ഉണ്ടോ പോകാൻ? അവൻ ആലോചിച്ചു. സ്റ്റീഫൻ വിചാരിച്ചാൽ പറ്റും. പക്ഷേ എന്ത് പക്ഷേ? ഒരു പക്ഷേയില്ല. നീ പോയി അവനെ വിളിച്ച് പറയണം. അത് പറഞ്ഞത് പോയിട്ട് അലക്സിന് ഒരു പിടിയും കിട്ടിയില്ല. ഇവനിതെന്ത് പറ്റി? തലയ്ക്ക് വല്ല വെള്ളിടിയും വിട്ടിയാ? അതും ആലോചിച്ച് അവൻ ഫോണെടുത്ത് സ്റ്റീഫനെ വിളിച്ചു. ഡാ, അവൻ ഓക്കെ പറഞ്ഞു കേട്ടോ. താങ്ക്സ് ഡാ. അവൻ സന്തോഷത്തോടെ അവൻ്റെ കവിളിൽ പിടിച്ച് ഉമ്മ കൊടുത്തു. അലക്സ് വായും പൊളിച്ച് നിന്നു. ഇവനിതെന്ത് പറ്റി? എന്തോ ഉണ്ട്. കണ്ടുപിടിക്കാം, അലക്സ് മനസ്സിൽ ഉറപ്പിച്ചു. കൊച്ചിയിൽ ലാൻഡ് ചെയ്യുമ്പോഴേക്കും സമയം മാറായിരുന്നു. പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് ഇരുവരും എയർപോർട്ടിൻ്റെ എൻട്രൻസിലേക്ക് വന്നു. അപ്പോഴേക്കും അഥർവിനെ തിരിച്ചറിഞ്ഞ 2-3 പേർ അവനെ വളഞ്ഞ് അഭിനന്ദിച്ചു. എല്ലാവരോടും നന്ദി പറഞ്ഞ് ഇരുവരും പുറത്തേക്ക് നടന്നു. അല്ലടാ, ഇവിടുന്ന് എങ്ങനെ എൻ്റെ നാട്ടിലേക്ക് പോവാ? അലക്സ് സംശയത്തോടെ ചോദിച്ചു. ഒരു ടാക്സി വിളിക്കണം. അവർ നടക്കാനൊരുങ്ങിയതും അഥർ എന്ന വിളി കേട്ട് ഇരുവരും തിരിഞ്ഞു നോക്കി. ഒരു ബൊക്കയുമായി സുന്ദരിയായ ഒരു യുവതി ചിരിച്ചുകൊണ്ട് അവർക്ക് നേരെ നടന്നു വന്നു. നീലമിഴികളും തത്തമ്മ ചുണ്ടുകളുമുള്ള ഒരു കൊച്ചു സുന്ദരി. മിനി സ്കേർട്ടും ടോപ്പുമാണ് വേഷം. സിൽക്ക് നിറമുള്ള മുടി കാറ്റിൽ പറന്നു നടക്കുന്നു. ശരിക്കും ഒരു മിസ് വേൾഡിനെ പോലെ അവൾ നടന്നു വന്നു. അലക്സ് കണ്ണും മിഴിച്ച് അവളെ നോക്കി. അവൾ നടന്ന് അവൻ്റെ അരികിലെത്തി. കൺഗ്രാറ്റ്സ് അഥർ, റിയലി പ്രൗഡ് ഓഫ് യു. ന്യൂസിൽ ഈ വിവരം അറിഞ്ഞത് മുതൽ ഞാനും അച്ഛനുമൊക്കെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു അഥർവിനെ. ഇതാ എൻ്റെ വക ഒരു ചെറിയ പ്രസൻ്റാണ്, വാങ്ങണം. അവൾ ബൊക്കെ നീട്ടി. അവനൊന്ന് സംശയിച്ചു, പിന്നെ അത് വാങ്ങി. താങ്ക് യു. അല്ല, ഞാൻ വരുന്ന കാര്യം അവന്തിക എങ്ങനെ അറിഞ്ഞു? അവൾ ചിരിച്ചു. അതൊക്കെ അറിഞ്ഞു, അവൾ ചിരിച്ചു കൊണ്ട് പറഞ്ഞു. നീ തനിച്ചൊന്നുമല്ലല്ലോ ആ ഭീകരനെ പിടിച്ചുകൂടിയത്, ഞങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടൊരു റോസാപ്പൂ പോലും ഇല്ലല്ലോ. അലക്സ് പതുക്കെ അവൻ്റെ കാതിൽ ചോദിച്ചു. അവനൊന്ന് പരിങ്ങി അലക്സിനെ നോക്കി. എന്താ പറയുന്നേ? അവൾ ചോദിച്ചു. ഒന്നുമില്ല. അല്ല, അവന്തിക തനിച്ചാണ് വേണത്? അല്ല, ഞങ്ങളും ഉണ്ട്. അവന്തികയുടെ അച്ഛൻ ആനന്ദും അമ്മ ഷോണിമയും അവിടേക്ക് വന്നു. ആഹാ, അങ്കിളും ആൻറ്റി മാറി നിൽക്കുകയായിരുന്നോ? അവൻ ചോദിച്ചു. നിങ്ങൾ സംസാരിക്കട്ടെ എന്ന് കരുതി, ആനന്ദ് പറഞ്ഞു. അതെ, വാർത്ത അറിഞ്ഞത് മുതൽ അഥർവിനെ കാണണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അവൾ. ഷോണിമ മകളെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു.
ഓ, അപ്പോൾ അതാണ് കാര്യം, അലക്സ് മനസ്സിൽ പറഞ്ഞു. അതർ, ഇനിയും നിന്നെ വൈകില്ലേ, നമുക്ക് പോകാം, അലക്സ് ചോദിച്ചു. ആ പോവാം. അയ്യോ അങ്കിൾ, പരിചയപ്പെടുത്താൻ മറന്നു. ഇല്ല അലക്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അലക്സ്, ഇത് ആനന്ദ് മേനൻ, അച്ഛൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. ഇവിടെ സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് വർക്ക് ചെയ്യുന്നു. അവൻ പരിചയപ്പെടുത്തി. ഹലോ സർ, അലക്സ് വിനയത്തോടെ പറഞ്ഞു. ഹലോ, പിന്നെ ഇത് അങ്കിളുടെ വൈഫ് ഷോണം ആൻറ്റി, മകൾ അവന്തിക. അലക്സ് എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. എന്നാൽ ശരി അങ്കിൾ, ഞങ്ങൾ നിൽക്കുന്നില്ല. ഇപ്പോൾ വിട്ടാലേ പുലരുമ്പോഴേക്കും അവിടെ എത്തും. അത് ധൃതി കാട്ടി. അത് കേട്ട് അവന്തികയുടെ മുഖം വാടി. ഷോണിമ ആനന്ദിൻ്റെ കയ്യിലൊന്ന് നുള്ളി. അയ്യോ, ഇന്ന് പോകാനാ? അത് വേണ്ട മോനെ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അവിടെ ചെന്നൊന്ന് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നാളെ പോകാം, ആനന്ദ് പറഞ്ഞു. അയ്യോ, അത് വേണ്ടെങ്കിലേ, അതറും പറഞ്ഞു. അതെന്താ? അത് ഞങ്ങളൊരു ഫ്രണ്ടുണ്ട്, അവൻ്റെ കല്യാണം എന്ന്. അവനോട് ഇന്ന് വരാമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്. അവിടുന്ന് നേരെ നാട്ടിലേക്ക് പോകണം, അതർ പറഞ്ഞ്. അത് കേട്ട് അവരുടെ മുഖം വാടി. ശരി, അച്ഛനോട് പറഞ്ഞേക്ക് ഞങ്ങളെ കണ്ട കാര്യം. വൈകാതെ ഞങ്ങളെ കൊണ്ട് വരുന്നുണ്ടെന്നും പറഞ്ഞേക്ക്. ശരി അങ്കിൾ. അവരോട് യാത്ര പറഞ്ഞ് ഇരുവരും നടന്നു. ഇരുവരും ഒരു ടാക്സിയിൽ കയറി. വണ്ടി വിട്ടതും അലക്സ് അഥർവിനെ നോക്കി. ഡാ, അതേതാടാ പെണ്ണ്? ഏത്? അതർ മനസ്സിലാവാതെ ചോദിച്ചു. ഏതാണോ നിൻ്റെ അമ്മൂമ്മ? ആ പെണ്ണ് തന്നെ. അവൾ നിൻ്റെ വരവും കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തു നിൽക്കുകയായിരുന്നെന്ന് പറഞ്ഞവൾ. എന്താ അവളുടെ പേര് പറഞ്ഞത്? ആ, അവന്തിക. അതൊരു താല്പര്യമില്ലാതെ അവനെ നോക്കി. സത്യം പറ മോനെ, ഇവളെ കാണാനാണോ നീ ധൃതി പിടിച്ച് ഇന്ന് തന്നെ പോകുന്നത്? അലക്സ് സംശയത്തോടെ അവനെ നോക്കി. ദേ, ഒരെണ്ണം ഞങ്ങൾ ഇങ്ങ് വെച്ചിരും. അവൻ എനിക്ക് എൻ്റെ അനിയത്തിയെ പോലെ. ആ, പക്ഷേ അവൾക്ക് നീ ചേട്ടനാണെന്ന് തോന്നില്ല. അവസാനം പറഞ്ഞ വാക്കിൽ ആ ധ്വനി നീ ശ്രദ്ധിച്ചില്ലേ? ഈ ലീവിന് ചിലപ്പോൾ നിൻ്റെ കഴുത്തിലൊരു കുഴുക്ക് വീഴും മോനെ, അലക്സ് കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതൊരു പതർച്ചയോടെ അവനെ നോക്കി. നീ ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? അങ്ങനൊന്നും ഉണ്ടാവില്ല, അവൻ ദേഷ്യത്തോടെ പറഞ്ഞ് പുറത്തേക്ക് നോക്കിയിരുന്നു. അവൻ്റെ മനസ്സ് എന്തുകൊണ്ടോ അസ്വസ്ഥമായിരുന്നു. അലക്സ് പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവിക്കുമോ? മീനുവിനെയാണ് ഞാൻ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞ ഒരു ഭൂകമ്പം തന്നെ ആകും ഉണ്ടാവുക. ഏതായാലും വരുന്നത് വരട്ടെ. അവൻ കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു. ഹോണടിയുടെ ശബ്ദം കേട്ട് അലക്സ് കണ്ണു തുറന്നു നോക്കി. കാർ അപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അരികിലിരുന്ന് അത്ര നല്ല ഉറക്കമാണ്. അലക്സ് ഒന്ന് മൂലി നിവർന്ന് ചുറ്റും നോക്കും. തങ്ങളിപ്പോൾ നഗരം വിട്ട് ഗ്രാമത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ടാറിട്ട നീണ്ട റോഡിന് ഇരുവശത്തുമായി കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളാണ്. തെങ്ങിൻ തോപ്പും വയലേലകളും, അങ്ങനെ തികച്ചും ഹരിതാപമായ കാഴ്ച. ഇടയ്ക്കിടെ കൊച്ചു വീടുകളും. വാവ്, ബ്യൂട്ടിഫുൾ, അലക്സ് പറഞ്ഞു. അപ്പോൾ ഒരു ഞരക്കത്തോടെ അതർ എഴുന്നേറ്റ് ഒന്ന് മൂലി നിവർന്ന് അവൻ പുറത്തേക്ക് നോക്കി. ആ, നീ ഉണർന്നോ? നല്ല ഉറക്കായതുകൊണ്ടാണ് വിളിക്കാഞ്ഞത്, അലക്സ് പറഞ്ഞു. അതവർ ചിരിച്ചു. എൻ്റെ നാടിനെ മണോടിച്ചാൽ ഞാൻ ഉണരാതിരിക്കുമോ? ആഹാ, കൃഷ്ണവരെ എത്തിയോ? ഇല്ല, എത്താറാവുന്നതേ ഉള്ളൂ. അലക്സ് ഇരുവശത്തേക്കും നോക്കി. എന്ത് ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. ബ്യൂട്ടിഫുൾ വില്ലേജ്. ഉറക്കമുണർന്നപ്പോൾ തന്നെ കണ്ടത് കണ്ണിനെ കുളിരണിക്കുന്ന കാഴ്ചയാണ്, അലക്സ് സന്തോഷത്തോടെ പറഞ്ഞു. ഇനി നീ എന്തൊക്കെ കാണാനിരിക്കുന്നു? അത് പറഞ്ഞ് പുറത്തേക്ക് നോക്കി. മെയിൻ റോഡിൽ നിന്ന് ഇടത്തോട്ട് തിരിയുന്ന ഒരു ചെറു റോഡ് കണ്ടു. ഡ്രൈവർ, ആ റോഡിലൂടെയാണ് പോകേണ്ടത്. ശരി സാർ. വണ്ടി തിരിക്കുമ്പോൾ തന്നെ കണ്ടു ഒരു വലിയ ആർച്ച്. അതിൽ കൃഷ്ണപുരത്തേക്ക് സ്വാഗതം എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നീ പറയാറുള്ള നിൻ്റെ സ്വർഗം അല്ലേ? അതൊരു ചിരിച്ചു. ഇരുവശത്തും വിളഞ്ഞു നിൽക്കുന്ന പാടങ്ങൾ. ആ പാടങ്ങൾക്ക് നടുവിലായി ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്ന ചതുപ്പുകൾ. വയലിൽ നിന്ന് കതിർക്കൊത്തി പായുന്ന കിളികളും മേഞ്ഞു നടക്കുന്ന കന്നാലികളും പാൽപാത്രമായി വയൽവരമ്പിലൂടെ ഓടി നടക്കുന്ന കുഞ്ഞു കുട്ടികളും. പാലത്തിലേക്ക് വണ്ടി കയറിയതും അലക്സ് സീറ്റിൽ നിന്ന് ഒന്ന് മുന്നോട്ടഞ്ഞു. ചേട്ടാ, ഒന്ന് നിർത്തിയേ, അലക്സ് പറഞ്ഞു. അതൊരു അമ്പരപ്പോടെ അവനെ നോക്കി. എന്താണ് നീ നിർത്താൻ പറഞ്ഞത്? അതൊക്കെയുണ്ട്, പറയാം. ഡ്രൈവർ ഓരത്തായി വണ്ടി നിർത്തി. ഡോർ തുറന്ന് പുറത്തിറങ്ങിയ അലക്സ് പാലത്തിന് ഓരത്തേക്ക് ചെന്നു. ആകെ മൊത്തം ഒന്ന് നോക്കി അവനത് മൂലി നിവർത്തും. കൊള്ളാം മോനെ, അസലായിട്ടുണ്ട്. ഇതൊരു കൊച്ചു സ്വർഗം തന്നെ. അതൊരു അഭിമാനത്തോടെ ചിരിച്ചു. ദൂരെ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന മലനിരകളിലേക്ക് അവൻ നോക്കി. അതാണോടാ നീ പറയാനുള്ള കാട്? അത് തന്നെ, കണ്ണാടിപ്പുഴയുടെ ഉത്ഭവസ്ഥാനമോ അത്. നമുക്ക് അങ്ങോട്ട് പോകണം. ഹണ്ടിങ്ങിന്. പിന്നെന്താ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പുഴയിൽ വെള്ളം ഇറങ്ങിയാൽ പിന്നെ അവിടെ തന്നെ നിൽക്കേണ്ടി വരും. അലക്സ് തലച്ചിരിച്ച് അവനെ നോക്കി. മലവെള്ളം വരട്ടടാ, നീന്തലിറങ്ങുന്ന നമ്മളോടാ കളി. അതോടെ ചിരിച്ച്. ഇതങ്ങനെയുള്ളതല്ല മോനെ. ഇത്ര വലിയ നീന്തൽക്കാരനും ഒന്ന് ഭയക്കും. അത്രയ്ക്ക് അടിയൊഴുക. ഒരിക്കലും ഒരു
മഴക്കാലത്ത് കണ്ണാടപ്പുഴയിൽ തോണി മറിഞ്ഞ് 20 പേര് മരിച്ചു. അതോടെ നാട്ടുകാർ പ്രശ്നമുണ്ടാക്കി. അങ്ങനെയാ ദേ ഈ പാലം പഞ്ചായത്ത് നിർമ്മിച്ചത്. ഇപ്പോൾ ഈ പുഴ കാണാൻ നല്ല ഭംഗിയാണ്, ശാന്ത സ്വഭാവം. പക്ഷേ മഴക്കാലത്ത് ഇവളൊരു ദുർവാശിക്കാരിയാണ്. ആരെയും ഭയപ്പെടുത്തുന്ന ഒരു ഔദര രൂപമാണ് അവൾക്ക്. അന്ന് അവൾക്ക് ഞാനും കണ്ടിട്ടുണ്ട് ആ രൂപം, അനുഭവിച്ചിട്ടുമുണ്ട് ഇവളുടെ കോപത്തിൻ്റെ തീഷ്ണത. അതർ പറഞ്ഞു. അലക്സ് നെറ്റിച്ചൊളിച്ചു. ആണോ? അതെങ്ങനെ? അതൊക്കെ വഴിയെ പറയാം. അതൊക്കെയുണ്ട്, വഴിയെ പറയാം. ഇപ്പോൾ ഏതായാലും നീ കയറ്. വീട്ടിൽ ചെന്നൊന്ന് കുളിച്ച് ഫ്രഷായ ശേഷം നമുക്ക് പറയാം. ഓക്കെ. ഇരുവരും വണ്ടിയിൽ കയറാൻ ഒരുങ്ങവേ ഒരാൾ ബെല്ലടിച്ചുകൊണ്ട് സൈക്കിളിൽ അതുവഴി കടന്നുപോയി. കുറച്ച് മുന്നോട്ടെത്തിയതും അയാൾ സൈക്കിൾ നിർത്തി. ഈ കൊച്ചിനെവിടെ കണ്ടിട്ടുണ്ടല്ലോ. അയാൾ തലപ്പുകഞ്ഞ് ആലോചിച്ചു. ആ, ഇത് നമ്മുടെ മേലെടുത്ത പയ്യനല്ലേ, ആ തീവ്രവാദി പിടിച്ചവൻ. അയാൾ സൈക്കിൾ തിരിച്ച് അവരുടെ അരികിലേക്ക് വന്നു. മോനെ, മേലെടുത്ത പ്രഭാകരൻ്റെ മോനല്ലേ? അയാൾ ചോദിച്ചു. ആ അതെ. അങ്ങനെ പറ. മോൻ നേവിയിലോ മറ്റല്ലേ? അതെ. എന്നെ മനസ്സിലായോ? അവനൊന്ന് ചിരിച്ചു. ഞാൻ പ്രമോദ്, തെങ്ങ് കയറാൻ വരുന്ന കണാരൻ്റെ മോനാ. അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഓ, എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ല. കണാരേട്ടൻ എങ്ങനെയുണ്ട്? വയ്യാണ്ട് കിടക്കുമെന്ന് അമ്മ പറഞ്ഞിരുന്നു. ആ, അങ്ങനെ അങ്ങ് പോകുന്നു, കിടപ്പ. അപ്പോഴാണ് അയാൾ അലക്സിനെ ശ്രദ്ധിച്ച്. ഇതാരാ കുഞ്ഞ്? കൂട്ടുകാരനാണോ? അതെ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവനാ. ആ, നാട് കാണിക്കാൻ കൊണ്ടുവന്നതാവും അല്ലേ? അതെ. എന്നാൽ ശരി ചേട്ടാ, ഞങ്ങൾ വരട്ടെ. ആ, കുഞ്ഞേതായാലും കലക്കി കേട്ടോ. ആ ഭീകരനെ പിടിച്ചില്ലേ? നന്നായി, അയാൾ പറഞ്ഞു. അവനൊന്ന് ചിരിച്ചു. ശരി. യാത്ര പറഞ്ഞ് അവൻ വണ്ടിയിൽ കയറി. ഈ കുഞ്ഞ് ലാൻഡ് ചെയ്ത് കിട്ടും സുഗണ്ണനെ വിളിച്ച് പറയാം, ഒരു സ്വീകരണം തന്നെ കൊടുക്കട്ടെ. അതും പറഞ്ഞ് അയാൾ ഫോണെടുത്ത് നമ്പർ ഡയൽ ചെയ്തു. ഹലോ സുഗണ, ഇത് ഞാനാ. കാറിൽ പോകവേ അലക്സ് പുറത്തേക്ക് നോക്കി. റോഡിന് സമാന്തരമായി ഒഴുകുന്ന കണ്ണാടിപ്പുഴ. കാറും പുഴയും തമ്മിൽ ഒരു ഓട്ടോ മത്സരം നടക്കുകയാണെന്ന് തോന്നിപ്പോകും. കുറേ ദൂരം ചെന്നപ്പോൾ റോഡ് ഇടത്തോട്ട് വളഞ്ഞു, പുഴ വലത്തോട്ടും. അതോടെ ആ കാഴ്ച മറഞ്ഞു. അലക്സ്, അതാണ് ഞങ്ങളുടെ കൃഷ്ണപുരം ടൗൺ, മുന്നോട്ട് ചൂണ്ടി അതർ പറഞ്ഞു. അലക്സ് ആകാംക്ഷയോടെ നോക്കി. ഓടിട്ട 3-4 ബിൽഡിങ്ങുകൾ, ഒരു കൊച്ചു ബസ് സ്റ്റോപ്പ്, ചായക്കട, രണ്ടായി പിരിയുന്ന റോഡും. അവൻ വായും പൊളിച്ചിരുന്നു. ഇതാണോടാ ടൗണ്? ഇതിന് നാൽക്കാവലെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇത് തന്നെയാണ് ഞങ്ങളുടെ ടൗൺ. കഷ്ടം തന്നെ. ഇവിടുന്ന് ഒറിജിനൽ ടൗണിലേക്ക് എത്ര ദൂരമുണ്ട്? അവൻ ആലോചിച്ചു. ഒരു 45-50 കിലോമീറ്റർ വരും. അവൻ കണ്ണു മേടിച്ചു. വല്ലവന് ആക്സിഡൻറ്റ് പറ്റിയാൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ആൾ കാഞ്ഞു പോവല്ലോടാ. ശരിയാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇരുവരും ഓരോന്ന് പറഞ്ഞിരിക്കവേ കാറ് കവലയിലെത്തി. അപ്പോഴേക്കും 4 പാടിൽ നിന്നും നാട്ടുകാർ വന്ന് കാറിന് മുന്നിൽ നിന്നു. ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തി. അലക്സും മദറും ആൾക്കൂട്ടം കണ്ട് അന്താളിച്ചു. എന്താണ് ഇത്? അലക്സ് സംശയത്തോടെ ചോദിച്ചു. എനിക്കറിയില്ല, നീ ഇരിക്കെ, ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ. അതും പറഞ്ഞ് അവൻ കാറിൽ നിന്ന് ഇറങ്ങി. എന്താ പ്രശ്നം? അവൻ ചോദിച്ചു. അപ്പോൾ ആൾക്കാരെ തള്ളി മാറ്റിക്കൊണ്ട് വെള്ളമുണ്ട് ഷർട്ടും അണിഞ്ഞ് കയ്യിൽ ബൊക്കയും മാലയുമായി പഞ്ചായത്ത് പ്രസിഡന്റ് സുഗുണൻ മുന്നോട്ട് വന്ന്. ഓ, ഇയാളായിരുന്നു. അതർ ഒന്ന് നിശ്വസിച്ചു. സുഗുണൻ അഥർവിനെ നോക്കി കൈകൂപ്പി ഇളിച്ചു. നമസ്കാരം അഥർവേ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ സുഗുണൻ, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. പിന്നെ സുഗുണേട്ടനെ അറിയാതിരിക്കുമോ? കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. അവൻ ചോദിച്ചു. ഓ, ഞാനത് മറന്ന്. ഇതങ്ങ് സ്വീകരിച്ചാട്ടെ. അതും പറഞ്ഞ് അവൻ പൂമാല അഥർവിൻ്റെ കഴുത്തിലിട്ട് കൊടുത്തു. ഒരു പൂച്ചെണ്ട് അവൻ്റെ കയ്യിലും കൊടുത്തു. അവൻ അതിശയത്തോടെ നോക്കി. എന്താ ചേട്ടാ ഇതൊക്കെ? ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിനാണ്. അന്താരാഷ്ട്ര ഭീകരനെ പിടികൂടി നമ്മുടെയൊക്കെ അഭിമാനമായിരിക്കല്ലേ അഥർ. ഇത്രയും വലിയ നേട്ടം കൈവരിച്ചിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ ഇത്രയെങ്കിലും ഞങ്ങൾ കാണിക്കണ്ടേ? സുഗുണൻ പറഞ്ഞു. എൻ്റെ ചേട്ടാ, ഞാൻ ചെയ്ത അത്ര വലിയ കാര്യമൊന്നുമല്ല. നമ്മുടെ രാജ്യത്തെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഞാൻ ചെയ്തത് എൻ്റെ ഡ്യൂട്ടിയാണ്. ഓ, കണ്ടോ എളിമ? എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പ്രസിഡന്റിന് ശേഷമാണ് നിനക്കിതിന് സാധിച്ചത്. അതുകൊണ്ട് തന്നെ അഥർവിനെ അനുമോദിക്കേണ്ടത് എൻ്റെ കടമയാണ്. അതിന് നീ അനുവദിക്കണം. അതെൻ്റെ അവകാശമാണ്. സുഗുണൻ പറഞ്ഞു. ഈശ്വരാ, പെട്ടല്ലോ. കാറ്റ് പോയ ബലൂൺ കണക്കി അഥർവ് നിന്നു. എല്ലാം കണ്ട് അലക്സ് ചിരിച്ചു. കൊള്ളാം മോനെ, നല്ല സ്വീകരണം, അലക്സ് ആത്മഹൃദം പറഞ്ഞു. ഇത് മാത്രമല്ല, വേറെയുണ്ട്. സോളമാ കൊളുത്തറ വടക്കം, സുഗുണൻ പറഞ്ഞു. ഓ ശരി ചേട്ടാ. ഒരു പടക്കത്തിന് തിരികൊളുത്തി. അത് പൊട്ടാൻ തുടങ്ങി. എല്ലാവരും ചെവി പൊത്തി. അലക്സ് ഡോർ തുറന്ന് പുറത്തിറങ്ങി. അഥർവിനെ അരികിലേക്ക് വന്നു. അഥർവ്, എന്താ ഇതൊക്കെ? അവൻ അഥർവിൻ്റെ ചെവിയിൽ പതി ചോദിച്ചു. ഇതൊക്കെ ഇവിടുത്തെ നാട്ടുകാരാടാ. അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അല്ല, ഇതാരാ അഥർവേ? സുഗുണൻ ചോദിച്ചു.
എൻ്റെ ഫ്രണ്ടാണ്, ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത്. അന്നത്തെ ഓപ്പറേഷന് ഇവനും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അതൊരു പരിചയപ്പെടുത്തി. ഓ ആണോ, അയ്യോ കൂടുതലുണ്ട് കാലം അറിഞ്ഞില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? സുഗുണൻ ചുറ്റും നോക്കി. അപ്പോഴാണ് ഹോട്ടലിലെ ഫോട്ടോയിൽ തൂക്കിയിട്ടിരിക്കുന്ന മാല അവൻ കണ്ടത്. അവൻ ചെന്ന് അതെടുത്ത്, ഡാ എൻ്റെ മാല. ഹോട്ടലിൽ സുഗണനെ തടയാൻ ചെന്നു. ഒന്ന് പോടെ, ഈ മരിച്ച് മണ്ണടിച്ച് ഫോട്ടോ ആയിരിക്കുന്നവർക്ക് എന്തിനാ പൂമാല? സുഗന്ധം ആസ്വദിക്കാനോ? ഒന്ന് പോവുകയെ. അതും പറഞ്ഞ് സുഗുണൻ ആ മാല അലക്സിൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തു. അലക്സ് വായും പൊടിച്ച് അതിർവിനെ നോക്കി. അവൻ നിസ്സഹായതയോടെ കൈമലർത്തി. നമ്മുടെ നാട്ടിലെത്തിയ അതിഥിയാണ്, അപ്പോൾ അതിൻ്റേതായ രീതിയിൽ സ്വീകരണം കൊടുക്കണം. അതിഥി ദേവോഭവ, അതാണ് നമ്മുടെ പോളിസി. അലക്സ് ദേഷ്യത്തോടെ പല്ല് ധരിച്ച്. ഡാ ഈ കോപ്രായെ ഇപ്പോഴെങ്ങനെ അവസാനിക്കുമോ? അലക്സ് ചോദിച്ചു. എന്താ സംസാരിക്കുന്നത്? സുഗുണൻ ചോദിച്ചു. ഒന്നുമില്ല, നല്ല നാട്ടുകാരെ എന്തൊരു സ്നേഹമാണ് എല്ലാവർക്കും എന്ന് പറയുമായിരുന്നു. അലക്സ് ദേഷ്യം കടിച്ചമർത്തി ഇളിച്ചുകൊണ്ട് പറഞ്ഞു. ആ അതങ്ങനെയാണ്, ഞാനല്ലേ ഇവിടുത്തെ പ്രസിഡൻറ്റ്. സുഗുണൻ ഒന്ന് പൊക്കി തന്നെ പറഞ്ഞു. ചേട്ടാ ഞങ്ങളിന്ന് വീട്ടിലോട്ട് ഇല്ലട്ടെ, നല്ല ക്ഷീണമുണ്ട്. നിങ്ങൾ അങ്ങനെ അങ്ങ് പോകാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. ഇരുവരും ഞെട്ടി പരസ്പരം നോക്കി. ഞങ്ങൾ നിങ്ങളെ കൊണ്ടുവിടും, അതും ആഘോഷപൂർവ്വം. എടാ മാർട്ടനെ, ബാൻഡ് സെറ്റ് റെഡിയല്ലേ? എപ്പോഴേ റെഡി, എന്നാൽ തുടങ്ങിക്കോ. ബാൻഡ് സെറ്റ് തുടങ്ങി. അലക്സും അതവറും പരസ്പരം നോക്കി. എന്നാൽ നോക്കി നിൽക്കണ്ട, പോകാനേ. കൊട്ടും മേളവുമായി നാട്ടുകാരുടെ അകമ്പൊടിയോടെ ഇരുവരും മേലെടുത്ത് തറവാട്ടിലേക്ക് ചെന്നു. ഉമ്മറത്ത് ചാരുകസേരയിലിരിക്കുകയായിരുന്നു പ്രഭാകരൻ. ബഹളം കേട്ട് ചാടി എഴുന്നേറ്റു. ശബ്ദം കേട്ട് അകത്തുനിന്ന് പരിഭ്രമത്തോടെ പാർവതിയും സൗദാമിനിയും മീനുവും എത്തി. ഗോപാലൻ ഗേറ്റ് കടന്ന് സന്തോഷത്തോടെ ഓടി വന്നു. എന്താ ഗോപാല? പ്രഭാകരൻ ചോദിച്ചു. അറിഞ്ഞില്ലേ, അപ്പവും വന്നു. അതേ കാവലി വെച്ച് ഗംഭീര സ്വീകരണമായിരുന്നു. ഇപ്പോഴത്തെ നാട്ടുകാരെല്ലാവരും കൂടി അവരെ ആനയിച്ചു കൊണ്ടുവരിക. അത് കേട്ടിട്ടും എല്ലാവരുടെയും കണ്ണുകൾ വരുന്ന. ആണോ? എല്ലാവരും ആകാംക്ഷയോടെ ഗേറ്റിലേക്ക് നോക്കി. ഗേറ്റ് കടന്ന് എല്ലാവരും വീട്ടുമുറ്റത്തെത്തി. മതി നിർത്ത്. സുഗുണൻ പറഞ്ഞതോടെ ബഹളം അവസാനിച്ചു. പാർവതി ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പിടിച്ചു. മോനെ, നിനക്ക് സുഖമല്ലേടാ? മകൻ്റെ കവിളിൽ തടവിക്കൊണ്ട് അമ്മ നിറകണ്ണുകളോട് ചോദിച്ചു. സുഖമേ? അവരമ്മയുടെ കൈ പിടിച്ചു. പ്രഭാകരനും മകനെ ചേർത്ത് പിടിച്ചു. അച്ഛാ, അവനെ നിറകണ്ണുകളോടെ വിളിച്ചു. പിന്നെ നോട്ടം ചെന്നത് മീനുവിലേക്കാണ്. നിറഞ്ഞ കടകൾ ആരും കാണാതിരിക്കാനായി പാടുപെടുകയാണ് അവൾ. അവൾ മുഖം കുനിച്ച് പിടിച്ചു നിന്ന്. അവൻ അവളുടെ അരികിലേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിക്കണമെന്ന് തോന്നി. പ്രഭാകരേട്ടാ, ഇന്ന് ഈ ദിവസം നമ്മുടെ കൃഷ്ണപുരത്തെ സംബന്ധിച്ച അഭിമാനത്തിൻ്റെ നിമിഷം. ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയെ പിടികൂടി ഇന്ത്യൻ നേവിയുടെ എന്നാൽ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ പേര് ലോകപ്രശസ്തിയിലേക്ക് എത്തിച്ചിരിക്കുക ഈ നിൽക്കുന്ന അധോർ പ്രഭാകരൻ. ഈ പ്രതിഭയ്ക്ക് ജന്മം നൽകി നിങ്ങൾ ഭാഗ്യവാന്മാരാ, അത് നിങ്ങൾക്ക് അഭിമാനിക്കാം. സുഗുണൻ പറഞ്ഞു. നേരാ, എൻ്റെ മോൻ എൻ്റെ അഭിമാനം തന്നെയാണ്. മീനു, നീ ചെന്ന് ആരതി കൊണ്ടുപോവാ. എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒഴിയട്ടെ. എന്ത് ദോഷമുണ്ടെങ്കിലും അതൊക്കെ പോട്ടെ. ശരി പാർവതിയമ്മേ. രക്ഷപ്പെടാൻ പറ്റിയ സമാധാനത്തോടെ അവൾ തിരിഞ്ഞ് അകത്തേക്ക് നടന്നു. എന്നാൽ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ, ഞങ്ങൾ പോവുക. അഥർവേ, ഇനിയും കാണാട്ടോ. അഥർവിനോട് യാത്ര പറഞ്ഞ് എല്ലാവരും പോയി. മീനു ആരതി തട്ടുമായി വന്നു. അമ്മേ, എനിക്ക് മാത്രം പോരാട്ടോ, ഇവനും വേണം. അവൻ അലക്സിനെ ചേർത്ത് നിർത്തി. പാർവതി ചിരിച്ചുകൊണ്ട് രണ്ടുപേരെയും ആരതി ഒഴിഞ്ഞു. അതർ ഇടയ്ക്കിടെ മീനുവിനെ നോക്കി. അവൾക്കും അവനോട് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. പക്ഷേ ആൾക്കാരുണ്ടായതിനാൽ അവൾ സാധാരണ മട്ടിൽ നിന്നു. എങ്കിലും അവൾ അവിടെ നിന്ന് എരിപിരി കൊള്ളുകയാണെന്ന് അവന് തോന്നി. ആരതി ഒഴിഞ്ഞ ശേഷം പാർവതി തട്ട് മീനുവിനെ നൽകി. അവൾ അതുമായി അകത്തേക്ക് നടന്നു. നിങ്ങൾ വാ. എല്ലാവരും അകത്തേക്ക് കയറി. ഹാളിലെത്തിയതും ആശ്വാസത്തോടെ അതർ സോഫയിലിരുന്നു. ഒപ്പം പ്രഭാകരനും അലക്സും. യാത്രയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു അവനെ? സൗദാമിനി ചോദിച്ചു. നന്നായിരുന്നു, പക്ഷേ ഇങ്ങനൊരു സ്വീകരണം പ്രതീക്ഷിച്ചതേയില്ല. അതർ പറഞ്ഞു. സുഗുണന് പേരെടുക്കാൻ കിട്ടുന്ന അവസരമാണ്, അതവൻ പാഴാക്കില്ല. പ്രഭാകരൻ പറഞ്ഞു. അപ്പോഴേക്കും ലഗേജും എടുത്ത് ഗോപാലൻ വന്നു. ഗോപാലേട്ട, അലക്സിൻ്റെ ലഗേജ് വാടകമുറിയിലേക്ക് വെച്ചു കേട്ടോ. അവൻ പറഞ്ഞു. ശരി കുഞ്ഞേ. അയാൾ ബാഗുമായി മുകളിലേക്ക് പോയി. അമ്മേ, നിങ്ങൾക്കിവനെ മനസ്സിലായോ? അലക്സിനെ നോക്കി അവൻ ചോദിച്ചു. പിന്നെ മനസ്സിലാവാതെ? അലക്സ് അല്ലേ? ഇവൻ പറഞ്ഞിട്ടുണ്ട് നാട്ടിലെല്ലാവർക്കും സുഖമല്ല മോനെ. അച്ഛനും അമ്മയ്ക്ക് എന്തു പറയുന്നു? പാർവതി ചോദിച്ചു. അവർ സിംഗപ്പൂരിന് പോയേക്കും അമ്മേ, അതാ ഞാൻ ഇവനോടൊപ്പം ഇങ്ങോട്ട് പോകുന്നത്. അലക്സ് പറഞ്ഞു. സിംഗപ്പൂരിനോ? അതെന്തിനാ? സൗദാമിനി ചോദിച്ചു. ചേച്ചി എവിടെയാ? ഞാൻ ലീവിന് കൊടുത്ത സമയത്താണ് ചേച്ചിയുടെ വിളി വന്നത്. അവൾ ബാത്റൂമിൽ വഴിക്ക് വീണു. നടുവിന് നല്ല ഫ്രാക്ചറുണ്ട്. 2 മാസം ബെഡ് റെസ്റ്റ് പറഞ്ഞേക്കുക. അതുകൊണ്ട് അപ്പനെ അമ്മയെ അങ്ങോട്ട് അയക്കണമെന്ന് പറഞ്ഞു. അലക്സ് പറഞ്ഞു. അയ്യോ, എന്നിട്ട്?
ഇവൻ ലീവ് ക്യാൻസൽ ചെയ്യാൻ പോയതാ, ഞാൻ സമ്മതിച്ചില്ല, എൻ്റെ കൂടെ പോരെന്ന് പറഞ്ഞു. അഥർ പറഞ്ഞു, അതേതായാലും നന്നായി. പ്രഭാകരൻ പറഞ്ഞു. അപ്പോഴേക്കും ഒരു 2 ഗ്ലാസ് ജ്യൂസുമായി മീനു വന്നു. അയാൾ സദ്യത്ത് കുടിച്ചു. എനിക്ക് ജ്യൂസ് വേണ്ട, ആദ്യം ഒന്ന് കുളിക്കട്ടെ, അപ്പോഴേക്കും നല്ലൊരു സ്ട്രോങ് ചായ കിട്ടിയാൽ മതി. അവൻ മീനുവിനെ നോക്കി പറഞ്ഞു. ആ അതാ നല്ലത്, മക്കൾ ചെന്ന് കുളിക്ക്, പാർവതി പറഞ്ഞു. ഓടാ. അവൻ എഴുന്നേറ്റ് അലക്സനെയും വിളിച്ച് നടന്നു. മീനു, നീ ചെന്ന് ചായ ഉണ്ടാക്കി അവന് കൊണ്ടുപോയി കൊടുക്ക്, പാർവതി പറഞ്ഞു. ശരി. അവൾ സന്തോഷത്തോടെ അടുക്കളയിലേക്ക് നടന്നു. സൗദാമിനെ നെറ്റിച്ചു വിളിച്ച് അവളെ നോക്കി. അവനോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയതിന് സന്തോഷിക്കുകയാകും. വേണ്ട മോളെ, നീ ചായ ഇട്, ബാക്കി അപ്പോൾ കാണിച്ചു തരാം, സൗദാമിനി മനസ്സിൽ പറഞ്ഞു. തുടരും.